എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഏത്തപ്പഴം വെച്ചിട്ട് വളരെ സ്വാദേറിയ നല്ലൊരു നാടൻ പലഹാരം തയ്യാറാക്കി എടുക്കുന്നതാണ്. ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ ഏത്തപ്പഴം കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നല്ലൊരു പലഹാരം തയ്യാറാക്കി കൊടുക്കാനും ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ തന്നെ കഴിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പൊ നോക്കിയാലോ എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ട് നല്ലൊരു ഏത്തപ്പഴ പലഹാരം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് ഏത്തപ്പഴം വെച്ചിട്ട് വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു സ്നാക്ക് തയ്യാറാക്കാം. ഇതിനായിട്ട് നല്ലോണം പഴുത്തിട്ടുള്ള 3 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴത്തിനെ ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ഏത്തപ്പഴം ഞാനിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് നല്ല പഴുത്ത പഴമായിരിക്കണം വേണ്ടത്. ഇനി നമുക്ക് ഈ പഴം ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിനായിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴേക്കും 2 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്തിരിക്കുന്ന പഴം ചേർക്കാം. പഴം നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പഴം ഒന്ന് വാടി നല്ലോണം തന്നെ ഒന്ന് ഉടഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്പാച്ചുല വെച്ചിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് ഉടച്ചുകൂടി എടുക്കാം. പഴം ഇപ്പോൾ നല്ലോണം തന്നെ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ വളരെ മധുരം കുറച്ചാണ് ചെയ്തെടുക്കുന്നത്. പഞ്ചസാരയുടെ കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കാം. ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. കുഞ്ഞുങ്ങളെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഏത്തപ്പഴമൊക്കെ കഴിക്കാനായിട്ട് മടിയുള്ള സമയത്ത് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവർ ഒരുപാട് ഇഷ്ടത്തോടുകൂടി തന്നെ കഴിക്കുകയും ചെയ്യും. ഇപ്പൊ പഞ്ചസാര ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 1/2 കപ്പോളം വറുത്തിട്ടുള്ള റവ ചേർക്കാം. റവ ചേർത്ത് കഴിഞ്ഞാൽ പഴവും റവയും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. റവയും പഴവും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് അളവിൽ നാളികേരം തിരുമിയത് കൂടെ ചേർക്കാം. വീണ്ടും ഇതെല്ലാം നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. നാളികേരവും ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടണം. അതുവരെയും ഒന്നും കൂടെ ഇളക്കി യോജിപ്പിക്കാം. റവയും നാളികേരവും ഒക്കെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് റവ വെന്തു വരാൻ ആവശ്യമായ പാല് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. ഈ പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതെല്ലാം ഒന്നും കൂടെ ഇളക്കി ഈ ഒരു പാലിൽ കിടന്ന് ഇതെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് കിട്ടണം. അതുവരെയും നമുക്ക് നല്ലവണ്ണം ഇളക്കി ഒന്ന് വേവിച്ചെടുക്കാം. പാല് പോരായ്മ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ പാൽ ഒഴിച്ചു കൊടുക്കാം. ഒറ്റടിക്ക് തന്നെ പാൽ ഒഴിച്ചു കൊടുക്കരുത്. പാൽ ഒഴിച്ചു കഴിഞ്ഞപ്പോൾ അല്പം കട്ടിയായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് 1/2 കപ്പ് പാലും കൂടെ ഒഴിക്കാം. ഈ പാലിൽ കിടന്ന് റവയും പഴവും നല്ലോണം തന്നെ ഒന്ന് വേവായി വരണം. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു സ്വാദിനായിട്ട് അല്പം ഏലക്കപ്പൊടി കൂടെ ചേർക്കാം. ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. നമുക്കിത് ഒന്ന് ഉരുട്ടിയെടുക്കുന്ന പരുവത്തിലേക്ക് ആക്കിയെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം നല്ല കട്ടിയായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഒരു പാകത്തിലേക്ക് ആയിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സ് കൂടെ പൊടിച്ച് ചേർക്കാം. നട്ട്സ് ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താലും മതി കേട്ടോ. അപ്പൊ നട്ട്സ് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഒരു 10-12 കാഷ്യൂസ് ആണ് എടുത്തിട്ടുള്ളത്. കാഷ്യൂസ് ഇതുപോലെ ഒന്ന് കുത്തിച്ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാം. കാഷ്യൂസും കൂടെ ചേർത്ത് ഇതെല്ലാം ഒന്നും കൂടെ കൂട്ടി ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ നല്ല ഡ്രൈ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഉടൻ തന്നെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു കൂട്ടിന്റെ ചൂടാറി വരുമ്പോൾ നമുക്കിതൊന്ന് ഉരുട്ടിയും കൂടി എടുത്ത് വെക്കണം. ഇപ്പോൾ ഈ ഒരു പഴക്കൂട്ടിന്റെ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കൈ കൊണ്ട് ചെറിയ ചെറിയ ബോൾസുകളായിട്ടൊന്ന് മാറ്റാം. ഈ ഒരു രീതിയിൽ ചെറിയ ചെറിയ ബോൾസുകളായിട്ടാണ് നമുക്ക് ഉരുട്ടിയെടുക്കേണ്ടത്. ഇതുപോലെ നമുക്കെല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം. അങ്ങനെ എല്ലാ ബോളും ഞാൻ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഉണ്ടോ, ഇതുപോലെയാണ് നമുക്ക് ആയി കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ബോളെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വീണ്ടും അതേ പാൻ തന്നെയാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. പാൻ ചൂടായി വരുമ്പോഴേക്കും 2 ടീസ്പൂൺ അളവിൽ കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് നെയ്യൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നെയ്യ് നല്ലോണം ഒന്ന് ചൂടായി വരട്ടെ. നെയ്യ് ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഉരുട്ടിയെടുത്തിട്ടുള്ള ബോൾസ് എല്ലാം ഈ ഒരു നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് മുരിയിച്ചെടുക്കാം. ഒരുപാട് നേരമൊന്നും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെയില്ല. അരികു ഭാഗമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു കിട്ടിയാൽ മതിയാകും. അങ്ങനെ നമ്മുടെ പഴം സ്നാക്ക് ഇവിടെ നല്ലതുപോലെ തന്നെ ഒന്ന് മുരിവായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അധികം ഒന്നും മുരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. 2 ഭാഗവും ചെറുതായിട്ടൊക്കെ ഒന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് പാനിൽ നിന്നും എടുത്തു മാറ്റാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയുള്ളൂ കേട്ടോ. ഈ ഒരു വീഡിയോയും കാണുമ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഇന്ന് കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.